ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയാസിംഗ് ടെക്നിക്സ് ഫോർ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിൻ്റെ ബയാസിംഗ് ടെക്നിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ടുഡേ വി ആർ ഡിസ്കസിങ് ബയാസിംഗ് ടെക്നിക്സ് ഫോർ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ്സ്. അപ്പം ഈ ഫിഗറിൽ കാണുന്നത് ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ കാരിയാണ്. അന്നേരം ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കേസിൽ നമുക്കറിയാം അവിടെ ആ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റും ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൽ ഓൾറെഡി ഒരു ചാനൽ കാണും, പക്ഷേ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റിൽ എന്തില്ല, ചാനലില്ല. അന്നേരം എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ ചാനൽ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യൂ. അന്നേരം ചാനൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ് എത്തിയാൽ മാത്രമേ അവിടെ എന്ത് ഫോം ചെയ്യൂ, ഒരു ചാനൽ ഫോം ചെയ്യൂ. ആ ചാനൽ ഫോം ചെയ്താൽ മാത്രമേ അവിടെ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കേസിൽ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യൂ. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു, ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ കണ്ടീഷനിലിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് അല്ല, നോർമലി. എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് നോർമലി ഓഫ് കണ്ടീഷനിലിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. അതായത് ഈ ട്രാൻസ്ഫർ കാര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പോസിറ്റീവ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തി, ഇതാ VT എന്ന് പറയുന്ന വോൾട്ടേജ് എത്തിയാൽ മാത്രമേ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യാൻ തുടങ്ങൂ, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങൂ. അന്നേരം ഈ VT വരെയുള്ള സമയം, ഈ VT വരെയുള്ള ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, കട്ട് ഓഫിലായിരിക്കും ഇരിക്കുന്നത്. VTക്ക് ശേഷം മാത്രമേ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യാൻ തുടങ്ങൂ, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങൂ. ഓക്കെ, സോ നമുക്ക് പറയാം, എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് റിക്വയർസ് എ പോസിറ്റീവ് വോൾട്ടേജ് ഓൺ ദ ഗേറ്റ്. ദേ റിമെയിൻ നോർമലി ഓഫ്, കണ്ടക്ട്സ് വെൻ ഗേറ്റ് ടു സ്വിച്ച് വോൾട്ടേജ് എക്സീഡ്സ് ത്രഷോൾഡ് വോൾട്ടേജ്. അന്നേരം ത്രഷോൾഡ് വോൾട്ടേജിനെ എക്സീഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു മോസ്ഫെറ്റ് എന്ത് ചെയ്യൂ, കണ്ടക്ട് ചെയ്യൂ. അന്നേരം നമുക്ക് ആ ഒരു വോൾട്ടേജിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബയാസിങ് കൊടുക്കുന്നത്. ബയാസിങ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ബയാസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഇവിടെ നോർമലി ഈ ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഗേറ്റിലോട്ട് ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ലീനിയർ ആംപ്ലിഫിക്കേഷൻ പോസിബിൾ ആവും. അന്നേരം ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയാസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഹിയർ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ അച്ചീവിങ് ദിസ് VGS. ഈ ഒരു VGS കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്ന ബയാസിങ് സ്കീംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ബയാസിങ് സ്കീംസ് ആണ്. ഫസ്റ്റ് വൺ വോൾട്ടേജ് ഡിവൈഡർ ബയസ്. നമ്മൾ അവിടെയും പഠിച്ചു, ഡിപ്ലീഷൻ മോഡിൻ്റെ കേസിലും പഠിച്ചു. ആ സെയിം തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത്, വോൾട്ടേജ് ഡിവൈഡർ ബയസ്. സെക്കൻഡ് വൺ ഡ്രെയിൻ ടു ഗേറ്റ് ബയസ്. And third one, modified drain to gate bias. Modified drain to gate bias. ഈ 3 സ്കീംസാണ് സാധാരണയായിട്ട് നമ്മൾ ബയാസിങ്ങിന് വേണ്ടിയിട്ട് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മൾ ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ സിമ്പൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് അറിയണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു സിമ്പൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഒരു സിമ്പൽ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു സിമ്പൽ അതുകൊണ്ട് ഇതൊരു എൻഹാൻസ്മെൻറ്റ് മോഡ് NMOS ആണ്. NMOSൻ്റെ സിമ്പലാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പൽ യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചിട്ട് ഇത് ബൾക്ക് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ടെർമിനൽ അല്ലെങ്കിൽ ബോഡി ടെർമിനലാണ്. അതും സോഴ്സും കൂടെ ഷോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിമ്പൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ മോഡാക്കാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു പ്രോബ്ലം നമുക്ക് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒരു കണ്ടിന്യൂസ് ചാനൽ ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. അതെന്തിൻ്റെ സിമ്പിളാണ്, ഒരു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിൻ്റെയാണ്. ഇവിടെ ഡോട്ടഡ് ലൈൻ ഇട്ട് ഇതേപോലെ ഡോട്ടഡ് ലൈൻ ഇട്ടാണ് കാണിക്കുന്നതെങ്കിൽ അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും, ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യത്തെ ബയാസിംഗ് സ്കീം നോക്കാം, വോൾട്ടേജ് ഡിവൈഡർ ബയസ്. അപ്പം നമ്മൾ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിൽ കണ്ട സെയിം തന്നെയാണ് ഇവിടെയും നമ്മൾ ഇവിടെയും നമ്മൾ കാണുന്നത് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിൻ്റെ സെയിം സർക്യൂട്ട് ഡയഗ്രമാണ്. ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിൽ നമ്മൾ പഠിച്ച അതേ സെയിം സർക്യൂട്ട് ഡയഗ്രം തന്നെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എൻഹാൻസ്മെൻറ്റ് മോഡിലും യൂസ് ചെയ്യുന്നത്. ഇക്വേഷനും ഡിസൈൻ ഇക്വേഷൻസും എല്ലാം സെയിം തന്നെയാണ്. അന്നേരം ഡിപ്ലീഷൻ മോഡ് അറിയാവുന്നതുപോലെ നമുക്കിതും ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഗേറ്റിൽ വരുന്ന ഗേറ്റ് വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് എഴുതാം.
അന്നേരം ഗേറ്റ് വോൾട്ടേജ് വി ജി ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് ആണ് അല്ലേ, ഇവിടെ വരുന്ന വോൾട്ടേജ് അല്ലേ വി ജി എന്ന് പറയുന്ന ഗേറ്റ് വോൾട്ടേജ്. ഈ വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ മെയിൻ വോൾട്ടേജ് ആയ വി ഡി ഡി ഇൻറ്റു ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ആയ ആർ ജി ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ജി വൺ പ്ലസ് ആർ ജി ടു. അന്നേരം നമുക്ക് എഴുതാം വി ജി ഈസ് ഈക്വൽ ടു മെയിൻ വോൾട്ടേജ് വി ഡി ഡി ഇൻറ്റു ആർ ജി ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ജി വൺ പ്ലസ് ആർ ജി ടു എന്ന് എഴുതും. ഓക്കെ, ഇനി എന്താ നോക്ക്, അന്നേരം നമുക്ക് ഗേറ്റ് വോൾട്ടേജ് കിട്ടി. ഇനി അടുത്ത നമുക്ക് സോഴ്സ് വോൾട്ടേജ് കിട്ടണം. സോഴ്സ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇതാണ് സോഴ്സ് ടെർമിനൽ അല്ലേ, ഈ സോഴ്സ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ്, ഇവിടെ വരുന്ന വോൾട്ടേജ് അതാണ് വി എസ് അല്ലേ, ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ് എന്ത് വി എസ് വോൾട്ടേജ്. അന്നേരം വി എസ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ആണ്. അന്നേരം ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്ത് കറണ്ട് തന്നെയാണ്, ഈ ഡ്രെയിനിൽ കൂടി വരുന്ന കറണ്ട് തന്നെയാണ് ഈ മോസ്ഫെറ്റിൻ്റെ സോഴ്സിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നത്. കാരണം മോസ്ഫെറ്റിൻ്റെ കേസിൽ ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അന്നേരം സോഴ്സ് കറണ്ടും ഡ്രെയിൻ കറണ്ടും ഈക്വലാണ്. അതുകൊണ്ട് വി എസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം, ഐ ഡി ഇൻറ്റു ആർ എസ് എന്ന് എഴുതാം. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആയ വി ജി എസ് എന്ന് പറയുന്നത് നമുക്ക് വി ജി മൈനസ് വി എസ് എന്ന് എഴുതാം. സോ വി ജി മൈനസ് വി എസ് നമുക്ക് വി ഡി ഡി ഇൻറ്റു ആർ ജി ടു ഡിവൈഡഡ് ബൈ ആർ ജി വൺ പ്ലസ് ആർ ജി ടു മൈനസ് ഐ ഡി ആർ എസ് എന്ന് എഴുതാം, ഐ ഡി ആർ എസ്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അന്നേരം നമുക്ക് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പം ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു കാര്യം എൻഷുർ ചെയ്യണം, ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. ഡിപ്ലേഷൻ മോഡിൻ്റെ കേസിലാകുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, നെഗറ്റീവാണ്. കാരണം ഈ ട്രാൻസിസ്റ്റർ നോർമലി ഓഫായിരിക്കും. ഈ ട്രാൻസിസ്റ്ററിനെ ഓണാക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജാണ് നമ്മൾ ഗേറ്റ് വോൾട്ടേജായിട്ട് എൻഹാൻസ്മെൻറ്റ് മോഡിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഡിപ്ലേഷൻ മോഡ് മോസ്ഫെറ്റ് ആകുമ്പം മോസ്ഫെറ്റ് ഓൾറെഡി ഓൺ ആയിരിക്കും, അതിനെ ഓഫാക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഗേറ്റ് വോൾട്ടേജ് ആയിട്ട് കൊടുക്കേണ്ടത്. അന്നേരം ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ വി ജി എസ് പോസിറ്റീവ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഡിസൈൻ ചെയ്യേണ്ടത്, ആർ ജി വണ്ണും ആർ ജി ടുവും ഡിസൈൻ ചെയ്യേണ്ടത്. അന്നേരം ടു എൻഷുർ പോസിറ്റീവ് വി ജി എസ് സെലക്ട് ആർ ജി വൺ ആൻഡ് ആർ ജി ടു in such a way that VG is more greater than VS അല്ലെങ്കിൽ VGS is a positive value. So to ensure VGS, select RG1 and RG2 in such a way that VG is more than VS. അന്നേരം ആ രീതിയിലായിരിക്കും നമ്മൾ RG1ഉം RG2ഉം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കേസിലുള്ള ഡ്രെയിൻ ലൂപ്പ് ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. ഡ്രെയിൻ ലൂപ്പ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡ്രെയിൻ ലൂപ്പ് ഇക്വേഷൻ നമ്മൾ ഡിപ്ലേഷൻ മോഡിൽ പഠിച്ച സെയിം തന്നെയാണ് കേട്ടോ. ഡ്രെയിൻ ലൂപ്പ് ഇക്വേഷൻ എഴുതാം. ടോട്ടൽ വോൾട്ടേജ്, ഔട്ട്പുട്ട് ലൂപ്പിൽ വരുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏത് വോൾട്ടേജാണ്, വി ഡി ഡി വോൾട്ടേജാണ്. അന്നേരം വി ഡി ഡി ഈസ് ഈക്വൽ ടു, വി ഡി ഡി എവിടെയെല്ലാം ഡ്രോപ്പ് ആവുന്നു, കുറച്ച് ഈ ആർ ഡിക്ക് അക്രോസ് ആയിട്ട് പോകുന്നു, കുറച്ച് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിനിനും സോഴ്സിനും അക്രോസ് ആയിട്ട് പോകുന്നു, കുറച്ച് ആർ എസിന് അക്രോസ് ആയിട്ട് പോകുന്നു. അങ്ങനെ ആർ ഡിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ ആർ ടി കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഡി ആർ ഡി പ്ലസ് ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ സോഴ്സിൽ പോകുന്നത് വി ഡി എസ് പ്ലസ് ഐ ഡി ആർ എസ് എന്ന് എഴുതാം. ഈ ഇക്വേഷനിൽ നിന്ന് ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്തിൻ്റെ എല്ലാം വാല്യൂസ് കിട്ടും, വി ഡി എസിൻ്റെയും അതേപോലെ വി ജി എസിൻ്റെയും വാല്യൂസ് കിട്ടും. വി ഡി എസിൻ്റെയും വി ജി എസിൻ്റെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, ക്യൂ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, വി ജി എസും വി ഡി എസുമാണ്. നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കേണ്ടത്, ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കേസിലുള്ള ഡ്രെയിൻ കറണ്ടിനുള്ള ഇക്വേഷനും കൂടെ ഓർത്തിരിക്കുക. ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയണിലായിരിക്കും. അന്നേരം ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് സാച്ചുറേഷനിലെ ഡ്രെയിൻ കറണ്ടാണ്. അന്നേരം ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ, K ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ. K എന്ന് പറയുന്നത് ചിലപ്പം കെയുടെ വാല്യൂ അങ്ങ് തന്നിരിക്കും, ഇല്ലെങ്കിൽ K എന്ന് പറയുന്നത് എന്താണ്, കെ എൻ ഡാഷ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മ്യൂ എൻ COX ഇൻറ്റു ഡബ്ല്യു ബൈ എൽ, അതാണ്
ഏതിൻ്റെ വാല്യൂ, കെയുടെ വാല്യൂ. ഓക്കെ, ഈ വാല്യൂ എല്ലാം കോൺസ്റ്റൻറ്റ്. μn എന്ന് പറയുന്ന മൊബിലിറ്റിയും അതേപോലെ ഓക്സൈഡ് കപ്പാസിറ്റൻസിൻ്റെയും വിഡ്ത്തും ലെങ്തും ട്രാൻസിസ്റ്ററിൻ്റെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അതിന് ഇത്രയും പകരം നമ്മളിവിടെ കെ എടുത്തത്. സോ ദിസ് ഈസ് അബൌട്ട് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. ഈ ഫിഗറിൽ കാണുന്നത് ഒരു സിമ്പിൾ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കേസിലുള്ള ഒരു സിമ്പിൾ ബയാസിങ് സ്ട്രക്ചറാണ്. ഇതിനെ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് എന്ന് പറയും. കാരണം എന്താ, ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിനിൽ നിന്നാണ് ഗേറ്റിലോട്ടുള്ള ബയാസിങ് കൊടുത്തിരിക്കുന്നത്. ഈ ഡ്രെയിനിൽ നിന്നാണ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഈ ട്രാൻസിസ്റ്ററിന് കിട്ടുന്നത്, അല്ലേ? അതുകൊണ്ട് ഇതിനെ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് എന്ന് പറയും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബയാസിങ് സ്കീമാണ്. പിന്നെ നമുക്ക് അന്നേരം ഇവിടെയും അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മെയിനായിട്ടും ഈ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസിൽ നമുക്ക് ക്യൂ പോയിൻ്റ് കണ്ടുപിടിക്കണം. ക്യൂ പോയിൻ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ VGSൻ്റെയും അതേപോലെ VDSൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. നമുക്ക് എപ്പോഴായാലും ഒരു മോസ്ഫെറ്റ് എടുക്കുമ്പോഴത്തേക്ക് മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് കറണ്ട് 0 ആണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സിൻസ് ദ ഗേറ്റ് ഈസ് ഐസൊലേറ്റഡ് ഗേറ്റ് കറണ്ട് ഈസ് 0. അന്നേരം നമുക്കിവിടെ ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. അന്നേരം ഇവിടെ ഈ ഗേറ്റിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഏത് വോൾട്ടേജ് തന്നെയാണ്? ഇതിൻ്റെ ഡ്രെയിൻ വോൾട്ടേജ് തന്നെയാണ്, അല്ലേ? ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും, എങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നത്? ഗേറ്റിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നത് വരുന്നത്. കാരണം ഇതിൻ്റെ ഗേറ്റിൽ കൂടി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാകുന്നില്ല. അന്നേരം ഈ ഒരു ഡ്രെയിൻ ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഗേറ്റിലോട്ടും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രെയിനിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്? ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജാണ്. ആ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജാണ് ഇവിടെ ഗേറ്റിൽ വരുന്നത്, അല്ലേ? അന്നേരം ഇവിടെ VG എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിൻ്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജാണ് ഗേറ്റിൽ വരുന്ന വോൾട്ടേജ്. VS എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ കേസിലുള്ള VGS എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? VDS തന്നെയായിരിക്കും. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് തന്നെയായിരിക്കും. ഇനി ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രെയിൻ ലൂപ്പ് കൺസിഡർ ചെയ്താൽ ഡ്രെയിൻ ലൂപ്പ് കൺസിഡർ ചെയ്ത് ഔട്ട്പുട്ട് സൈഡിൽ എന്തെല്ലാം ഉണ്ട്? ടോട്ടൽ വോൾട്ടേജ് ആയിട്ടുള്ള VDD. അന്നേരം നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ആയ VDD എടുക്കാം. VDD എവിടെയെല്ലാം ഡ്രോപ്പ് ആവുന്നു? കുറച്ച് RDക്ക് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവുന്നു, ബാക്കി എന്താ? VDS ആയിട്ട് പോകുന്നു. അന്നേരം നമുക്ക് VDD എന്ന് പറയുന്നതിന് നമുക്ക് RDക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത്, RDക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് RDയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു RD റെസിസ്റ്റൻസ് ആണ്, അല്ലേ? അന്നേരം നമുക്ക് അതിനെ ID ഇൻറ്റു RD എന്ന് എഴുതാം, പ്ലസ് VDS. അന്നേരം നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 1 and 2 സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ക്യൂ പോയിൻറ്റ്. നമുക്ക് ക്യൂ പോയിൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ കേസിലുള്ള ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. ഡ്രെയിൻ കറണ്ടിന് മാറ്റമൊന്നുമില്ല, K ഇൻറ്റു VGS മൈനസ് VT ദ ഹോൾ സ്ക്വയർ. എന്ന് വെച്ചാൽ സാച്ചുറേഷൻ റീജിയനിലുള്ള ഡ്രെയിൻ കറണ്ട് തന്നെയാണ് ഇതിൻ്റെ കേസിലും എല്ലാ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ കേസിലുള്ള ഡ്രെയിൻ കറണ്ടിനുള്ള ഇക്വേഷൻ ഇതാണ്. അതേസമയം നമ്മൾ ഡിപ്ലീഷൻ മോഡാണെങ്കിൽ ID ഈസ് ഈക്വൽ ടു IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അവിടെ പഠിച്ചിരുന്നു, അല്ലേ? ആ ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത ബയാസിങ് സ്കീം നോക്കാം. അടുത്ത ബയാസിങ് സ്കീമാണ് മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയസ്. അന്നേരം നമ്മൾ ഡ്രെയിൻ ടു ഗേറ്റ് ബയസ് കണ്ടു, അല്ലേ? ഈ ഒരു ഡയഗ്രമായിരുന്നു ഡ്രെയിൻ ടു ഗേറ്റ് ബയസ്. ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്? മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയസ് വരയ്ക്കുന്നത്. അന്നേരം എന്താണ് മോഡിഫിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഒരു ഗേറ്റ് റെസിസ്റ്റൻസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അത് കണ്ടോ, നേരത്തെ ഈ ഒരു RG എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ എക്സ്ട്രാ ഒരു റെസിസ്റ്ററും കൂടെ ഗേറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നു. അന്നേരം RG1 RG2 എന്ന് പറയുന്ന 2 റെസിസ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നു. അന്നേരം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ ഒരു റെസിസ്റ്ററും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു, ഡ്രെയിൻ ടു ഗേറ്റ് ബയാസിൽ VGS എന്ന് പറയുന്നത് എന്താണ്? VDS ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ബയാസിങ് സ്കീമിൽ എപ്പോഴും ഇതിൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. പക്ഷേ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനിലും നമുക്കത് ഉചിതമായിട്ട് വരികയില്ല. കാരണം ചില ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും അതേപോലെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജും ഡിഫറൻ്റ് ആയിട്ട് വരും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് എന്തിലോട്ട് പോയത്? മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് എന്ന് പറയുന്ന സർക്യൂട്ടിലോട്ട് പോയത്.
സോ മോഡിഫൈഡ് ഡ്രെയിൻ ടു സോഴ്സ് ബയാസ് ഈ ഒരു ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് ഈ ഒരു സർക്യൂട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ VGS എന്ന് പറയുന്നത് ഒരിക്കലും എന്തിന് ഈക്വൽ ആയിരിക്കത്തില്ല. VGS എന്ന് പറയുന്നത് VDSന് ഈക്വൽ അല്ല. നമുക്ക് വേറെ പല വാല്യൂസിന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ RG2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കൂടെ ആഡ് ചെയ്യുന്നത് മൂലം അത് എന്തായിട്ട് RG1 RG2 എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പോലെ ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ ഇതിൻ്റെ കേസിൽ ഗേറ്റിൽ വരുന്ന വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലെ ഗേറ്റ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ വരുന്ന വോൾട്ടേജാണ് കേട്ടോ. ഈ ഒരു ടെർമിനലിൽ വരുന്ന വോൾട്ടേജാണ്. അന്നേരം ആ ഗേറ്റ് വോൾട്ടേജ് എത്രയാണെന്ന് എഴുതാം. VG ഇസ് ഈക്വൽ ടു മെയിൻ വോൾട്ടേജ്. ഇവിടെ ഇതിൻ്റെ കേസിലുള്ള മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ആയിട്ടുള്ള എന്താണ് VDS ആണ് ഇതിൻ്റെ കേസിലുള്ള മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് മെയിൻ വോൾട്ടേജ് ഇൻറ്റു വോൾട്ടേജ് ഡിവിഷൻ റൂൾ തന്നെയാണ്. റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച്, ഏത് ബ്രാഞ്ചിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? VGക്ക് അക്രോസ് ആയിട്ട് നിൽക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RG2. അന്നേരം RG2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RG1 പ്ലസ് RG2. അതെ, ഇവിടെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VS എന്ന് പറയുന്ന സോഴ്സ് ടെർമിനൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. സോ ഇതിൻ്റെ കേസിലുള്ള VGS എന്ന് പറയുന്നത് എന്താണ്? VDS ഇൻറ്റു RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2 എന്ന് എഴുതാം. ഇതിൻ്റെ കേസിലുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ ഔട്ട്പുട്ട് ലൂപ്പിൽ ഇതേ നേരത്തെ പോലെ തന്നെ നമുക്ക് ഡ്രെയിൻ ലൂപ്പ് ഇക്വേഷൻ എഴുതാം. ഡ്രെയിൻ ലൂപ്പ് ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VDDയിൽ കുറച്ച് ഈ റെസിസ്റ്ററിന് ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും, ബാക്കി വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? IDRS റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ്, റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ID ഇൻറ്റു RS പ്ലസ് VDS എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ എന്തിലോട്ട് വരും? Q പോയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ കേസിൽ നമ്മൾ ഈ മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസിൽ നമുക്ക് VGS എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല? VDSന് ഈക്വൽ അല്ല. അന്നേരം നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. എന്താണ് നമ്മുടെ കണ്ടീഷൻ? എന്താണ്? സം ആപ്ലിക്കേഷൻസ് ഇറ്റ് മേ ബി റിക്വയർഡ് ബോത്ത് VGS ആൻഡ് VDS ഷുഡ് നോട്ട് ബി ഈക്വൽ. ഫോർ സച്ച് സർക്യൂട്ട്സ് വി ആർ യൂസിങ് മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ്. നമുക്ക് ഇവിടെ VGS VDSും ഈക്വൽ അല്ല. VDSനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്? RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് VGS. അന്നേരം ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോഡിഫൈഡ് ഡ്രെയിൻ ടു ഗേറ്റ് ബയാസ് യൂസ് ചെയ്യുന്നത്. So these are the 3 important biasing schemes used for biasing enhancement mode MOSFETs. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. See you.